ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായ ഒരു ജീവിതവും ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ വീട്ടിൽ ഈ ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എത്ര പ്രാർത്ഥനകളും പൂജകളും ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾക്കതൊന്നും ഫലവത്താവണമെന്നില്ല. അപ്പോൾ എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ സ്ത്രീ മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞവളുമാണ്. അതുകൊണ്ട് തന്നെ ശുക്രഭഗവാന്റെ അനുഗ്രഹം ഒരു സ്ത്രീയിലില്ല, ശുക്രൻ്റെ തന്മ ഒരു സ്ത്രീയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയിൽ രോഗങ്ങൾ, വിഷാദം, ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ജീവിതം, ആഭരണങ്ങൾ, വസ്ത്രം, ആഡംബരം, ഭർത്താവിൻ്റെ സ്നേഹം, ചുറ്റുമുള്ള ആൾക്കാരുടെ അനുകമ്പ ഇതൊന്നും കിട്ടാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ജീവിക്കുന്നതിന് തന്നെ നമുക്കൊരു അർത്ഥമില്ല എന്നുള്ള തോന്നലും ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലെ കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, ഈ 3 ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കണം. വടക്ക് കിഴക്ക് ഭാഗം സൂചിപ്പിക്കുന്നത് പുരുഷന്മാരെയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം സൂചിപ്പിക്കുന്നത് സ്ത്രീകളെയാണ്. ആ വീട്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്തെ നോക്കി ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയുടെ സന്തോഷത്തെയും ഐശ്വര്യത്തെയും സമാധാനത്തെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെക്ക് കിഴക്ക് ഭാഗത്ത് പഞ്ചഭൂതങ്ങളിൽ ജലവും അഗ്നിയുമാണ് കുടികൊള്ളുന്നത്. അതായത് ജലവും അഗ്നിയും ഒരുപോലെ അവിടെ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. നവഗ്രഹങ്ങളിൽ ശുക്രഭഗവാൻ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, വിശ്വാസം, സന്തോഷം, വശ്യം, സൗന്ദര്യം, അംഗീകാരം, അലങ്കാരം, ആഡംബരം ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ശുക്രഭഗവാനോടൊപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് രാഹുവോ കേതുവോ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ലഭിക്കില്ല. ഈ രാഹുവും കേതുവും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് നമുക്ക് തടസ്സമായി വന്നു ചേരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശുക്രനും രാഹുവും ശുക്രനും കേതുവും തമ്മിൽ തെക്ക് കിഴക്ക് ഭാഗത്തൊരു കണക്ഷൻ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ശുക്രനും കേതുവും തമ്മിലൊരു കണക്ഷൻ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടായാൽ എന്ത് സംഭവിക്കുന്നത് എന്ന് പറയാം. അതായത് ഒരു വീട്ടിലെ ബെഡ്റൂം എന്ന് പറയുന്നത് ആണിനെയാണ് കുറിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അടുക്കള എന്ന് പറയുന്നത് സ്ത്രീയെയാണ് കുറിക്കുന്നത്. ആ വീട്ടിലെ പുരുഷനും സ്ത്രീയും താമസിക്കുന്ന ബെഡ്റൂം, ആ അളവ് അടുക്കളയുടെ അളവും സമമായിരിക്കണം. അതായത് ആ വീട്ടിലെ 50 വയസ്സിൽ താഴെയുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ശയിക്കേണ്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ബെഡ്റൂം ആയിരിക്കണം. ആ ബെഡ്റൂമിൻ്റെ അളവും നമ്മുടെ അടുക്കളയുടെ അളവും ഒരേപോലെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ വീട്ടിലെ സ്ത്രീക്ക് പുരുഷൻ അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, ഈ രണ്ടിനും, അതായത് അടുക്കളയ്ക്കും ബെഡ്റൂമിനും ഇടയിൽ ബാത്റൂമോ അതേപോലെ അഴുക്ക് നീർച്ചാലുകളോ ഒന്നും വരാൻ പാടില്ല. അതായത് ഇപ്പം ചിലവരുടെ ബെഡ്റൂം, ആ ബെഡ്റൂമിൽ നിന്ന് ഒരു വാതിൽ തുറന്ന് ബാത്റൂമിലോട്ടായിരിക്കും കയറുന്നത്. ആ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്തെ ഭിത്തിയിലുള്ളത് അടുക്കളയായിരിക്കും. അപ്പോൾ അടുക്കള ഭിത്തിയും ബാത്റൂമിൻ്റെ ഭിത്തിയും തമ്മിൽ ജോയിൻ ആയിരിക്കും. ഈ അടുക്കളയ്ക്കും ബെഡ്റൂമിനും ഇടയിലായിരിക്കും ബാത്റൂം വരുന്നത്. അത് ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുക്രനും കേതുവും അവിടെ ആക്റ്റീവ് ആകും. ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാവും, അവർക്കിടയിൽ സ്നേഹം കാണില്ല. അതങ്ങനെ കൂടി രണ്ടുപേരും പരസ്പരം ഡിവോഴ്സായി പോവേണ്ടുന്ന സാഹചര്യം വരും. അങ്ങനെ അല്ലാത്ത പക്ഷം ഡിവോഴ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ജീവിതമായിരിക്കും ഭാര്യയും ഭർത്താവിനും തമ്മിലുണ്ടാവുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധം എന്നാണ്. അതുകൊണ്ട് തന്നെ തെക്ക് കിഴക്ക് ഇതുപോലെയുള്ള അഴുക്ക് ചാല് വന്നാലും ശുക്രഭഗവാന്റെ ആ ഒരു ശുദ്ധം കുറയും, ആ ഒരു തന്മ കുറയും. ശുക്രഭഗവാന്റെ തന്മ കുറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പെണ്ണിന് രോഗങ്ങളുണ്ടാവും, മനസ്സ് വിഷമിക്കും, യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടും, ഭർത്താവിൽ നിന്നും അവൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒന്നും ലഭിക്കില്ല.
ഒന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം, കറകളഞ്ഞ ഭർത്താവിൻ്റെ സ്നേഹം ആ പെണ്ണിന് ലഭിക്കാതെ വരും. ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഒക്കെ കുറവുണ്ടാവും. നല്ല രീതിയിലുള്ള മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ള ഒരു ഉറക്കം ഉണ്ടാവില്ല. പക്ഷേ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, സ്പിരിച്വലി അവൾ വളരെയധികം ഉയരും. ആത്മീയമായിട്ട് അവൾ ഉയർന്നു പോകും. എന്തുകൊണ്ടാണ്? ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാതെ, സന്തോഷവും സമാധാനവും ലഭിക്കാതെ രോഗങ്ങൾ ഉണ്ടാകുമ്പം ഇതെല്ലാം മാറ്റാൻ ഈശ്വരനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു ചിന്ത വരുമ്പം അമ്പലങ്ങളിൽ മുഴുവൻ പോവാനും എല്ലാ വ്രതങ്ങൾ എടുക്കാനും എല്ലാ പൂജകളും ചെയ്യുവാനും 1-2 മണിക്കൂറോ പൂജാമുറിയിൽ ചെലവഴിക്കാനും അവൾക്കൊരു മടിയുണ്ടാവില്ല. കാരണം അവൾ അപ്പോൾ ഈശ്വരനെ വിശ്വസിക്കും. തൻ്റെ ഈ ജീവിതം ദൈവം നേരെയാക്കി തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈശ്വരനോട് കൂടുതൽ അടുക്കും. പക്ഷേ അവൾക്ക് അവളുടെ കുടുംബജീവിതം, അതിലെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കിട്ടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എന്ത് വന്നാലും എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതായത് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കാര്യം ജീവിച്ചോളാം, അതായത് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ഞാൻ പ്രാപ്തയാണ് എന്നുള്ള നിലയിൽ ജീവിക്കാൻ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. അതാണ് ശുക്രനും കേതുവും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായാൽ സംഭവിക്കുന്നത്. ഇനി തെക്ക് കിഴക്ക് ഭാഗത്ത് ശുക്രനും രാഹുവും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ബെഡ്റൂമിനേക്കാൾ അടുക്കള വലുതായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിലെ എല്ലാ മുറികളും അടുക്കളയുമായിട്ട് താരതമ്യപ്പെടുത്തണമെന്നുള്ളതല്ല. ഭാര്യയും ഭർത്താവും, അതായത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത്, ഒരു വീട്ടിലെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ആ വീട്ടിലെ വിവാഹം കഴിഞ്ഞ 50 വയസ്സിൽ താഴെയുള്ള സ്ത്രീയും പുരുഷനുമാണ് ശയിക്കേണ്ടത്. ആ സ്ഥലം, അവിടെ അടുക്കളയും അതേപോലെ തന്നെ ബെഡ്റൂമും സെയിം അളവിലായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. കൺഫ്യൂഷൻ ആവേണ്ടെന്ന് ആവശ്യമില്ല. അപ്പം ശുക്രനും രാഹുവും തമ്മിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് കണക്ഷൻ ഉണ്ടെങ്കിൽ അടുക്കളയെക്കാട്ടിലും ചെറുതായിരിക്കും ബെഡ്റൂം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വീട്ടിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീക്ക് ഒരു രീതിയിലുമുള്ള ദൈവീക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവില്ല. ക്ഷേത്രത്തിൽ പോയേക്കാം, വിളക്ക് കൊളുത്തിയേക്കാം, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ വ്രതങ്ങൾ, അതായത് വലിയ വലിയ വ്രതങ്ങളല്ല, ചെറിയ ചെറിയ വ്രതങ്ങൾ എടുക്കാനോ ആ വീടിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവാനോ അവൾക്ക് താല്പര്യമുണ്ടാവില്ല. അതുമാത്രവുമല്ല, ഓപ്പൺ കിച്ചണായിരിക്കും അങ്ങനെയുള്ള മിക്ക വീടുകളിലും കണ്ടുവരുന്നത്. കുടുംബവുമായി ഒന്നിച്ച് താമസിക്കുമ്പം ഓപ്പൺ കിച്ചൺ, അതായത് മോഡുലാർ കിച്ചണിൻ്റെ ഓപ്പൺ കിച്ചൺ വേർഷനായിരിക്കും അങ്ങനെയുള്ള മിക്ക വീടുകളിലും ഉണ്ടാവുന്നത്. അവിടെയുള്ള സ്ത്രീകൾക്ക് അവർക്കായിരിക്കും മേൽക്കോയ്മ എന്ന് പറയുന്നത്. അതായത് അവരുടെ ഭർത്താക്കന്മാർ അവർ ചെയ്യുന്ന ഒരു കാര്യത്തിലും അവരെ തടയാനോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അവരെ അമ്മായിമ്മയുമായിട്ടൊരു വഴക്കുണ്ടായാൽ, അതായത് സ്വന്തം അമ്മയുമായിട്ടൊരു വഴക്കുണ്ടായാൽ പോലും ഭർത്താക്കന്മാരവിടെ മൗനം പാലിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. ആ വീട്ടിൽ ആ സ്ത്രീ ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവൾക്ക് ധാരാളിത്തം വളരെയധികമായിരിക്കും. കയ്യിൽ കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ ചെലവഴിച്ച് ജീവിക്കുന്നവളായിരിക്കും. ആഡംബരം ഇഷ്ടപ്പെടുന്നവളായിരിക്കും. വെള്ളി ചൊവ്വ ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തു പോയി നോൺ വെജ് കഴിച്ച് അടിച്ചു പൊളിക്കാൻ താല്പര്യപ്പെടുന്നവളായിരിക്കും. അതേപോലെ മക്കളെക്കാട്ടിലും സ്വന്തം ഭർത്താവിനെക്കാട്ടിലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയുമായിരിക്കും ഇങ്ങനെയുള്ളവൾ. അങ്ങനെ വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ആ വീട്ടിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള മനസ്സമാധാനം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആ വീട്ടിലോട്ട് കടന്നു വരുന്ന മരുമകൾ എങ്ങനെ ആയിരിക്കണമെന്നാണോ ഒരു അമ്മായിമ്മ ചിന്തിക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ വീട്ടിലോട്ട് കടന്നു വരുന്ന മരുമകൾ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ കിച്ചണായിട്ടുള്ള വീടിനും ബെഡ്റൂമിനേക്കാൾ അടുക്കള വലുതാണെങ്കിലും ഇതേ കാര്യം തന്നെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ കുഞ്ഞ് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ തെക്കു പടിഞ്ഞാറ് മുറി എന്ന് പറയുന്നത് ഒരിക്കലും വിവാഹം കഴിക്കാത്ത നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാൻ പാടുള്ളതല്ല.
അത് ശ്രദ്ധിക്കണം. ഇപ്പം 2 നില വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും ആ ഒരു കോർണറിൽ റൂം കാണും. നിങ്ങൾ ഒന്നെങ്കിൽ അത് ഗസ്റ്റ് റൂമാക്കി മാറ്റുക, അല്ലെങ്കിൽ അത് നമുക്കായിട്ടെടുക്കുക. ഇപ്പോൾ 2 തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 2 റൂമുകൾ ഉണ്ട് എന്നുള്ളവർ തീർച്ചയായും ചെയ്യേണ്ടത് ഒന്ന് നമുക്കായിട്ടെടുത്തിട്ട് മറ്റൊന്ന് ഗസ്റ്റ് റൂമാക്കി മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ ഇപ്പം നമ്മൾ ഭാര്യയും ഭർത്താവും, നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ താമസിക്കാം. 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ താമസിച്ചാലും താമസിച്ചില്ലെങ്കിലും അത് നമ്മളെ ദോഷകരമായോ ഗുണകരമായോ ബാധിക്കുന്ന കാര്യമല്ല, ന്യൂട്രലായിട്ട് പോകും. പക്ഷേ വിവാഹം കഴിഞ്ഞ് 50 വയസ്സ് ആകാത്തവർ തീർച്ചയായും തെക്ക് പടിഞ്ഞാറ് മുറിയിൽ തന്നെയാണ് താമസിക്കേണ്ടത്. അങ്ങനെ താമസിച്ചെങ്കിൽ മാത്രമേ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ആ ഒരു സ്നേഹം വർദ്ധിക്കാനും കുടുംബ ഐക്യമുണ്ടാവാനും സാധിക്കുകയുള്ളൂ. വിവാഹം കഴിയാത്ത നമ്മുടെ പെൺമക്കളെയോ ആൺമക്കളെയോ ആ മുറിയിൽ താമസിപ്പിച്ചാൽ അതൊരിക്കലും അവർക്ക് നല്ല ഗുണങ്ങൾ കൊടുക്കില്ല. അവർ മറ്റുള്ള തെറ്റായ രീതിയിലോട്ട് പോവാനായിട്ട് ആ മുറിയിലെ വാസം അവരെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ പേരൻസും ഇങ്ങനെയൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തിരുത്തേണ്ടതാണ്. അവിടെ നമ്മൾ തന്നെ താമസിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിനെ വിജയത്തിലെത്തിക്കാനും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് ധനമൊന്നുമില്ലെങ്കിൽ പോലും കടമില്ലാത്ത സമാധാനപരമായ സന്തോഷമുള്ള നല്ല ഉറക്കം ലഭിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കും. മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള നമുക്ക് വേണ്ടത് അതുതന്നെയാണ്. സമാധാനത്തോടുകൂടി രാത്രിയിൽ കിടന്നാൽ ഉറങ്ങാൻ പറ്റുക. അതേപോലെ തൻ്റെ ഭർത്താവിനോടും മക്കളോടും ഒപ്പം ഇരിക്കുമ്പം നമുക്കുണ്ടാവുന്ന സന്തോഷം, അത് നമ്മുടെ മനസ്സിന് തണുപ്പേകുക. എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാൻ അവരുണ്ട് എന്നുള്ള തോന്നൽ. ഇവിടെ അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും ഞാൻ മാറ്റി നിർത്തി എന്നാരും ചിന്തിക്കേണ്ട. നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവ്, മക്കൾ എന്ന് പറയുന്നവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഒഴിച്ചുകൂടാനാവാത്തത്. അച്ഛനും അമ്മയും നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് പറഞ്ഞാലും അവർ കൂടെ തന്നെ നിൽക്കും. കൂടപ്പിറപ്പുകളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ചേർത്ത് പിടിക്കുന്ന കൂടപ്പിറപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ തള്ളിക്കളയുന്ന കൂടപ്പിറപ്പുകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലുള്ളത്. നമ്മൾ ഒരുപാടത് വാർത്തകളിലൊക്കെ കാണുന്നതുമാണ്. ചിലർക്കൊക്കെ ജീവിതത്തിൽ അനുഭവവും ഉണ്ടായിരിക്കും. പക്ഷേ അവരെക്കാൾ കൂടുതൽ അവരൊന്നും നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, അവർ നമ്മളോട് സ്നേഹത്തോടും വിശ്വാസത്തോടു കൂടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സന്തോഷകരമായ ഒരു ജീവിതത്തിന് സ്ത്രീകളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.